ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് MHC ജീൻസ് ആൻഡ് ഫങ്ഷൻസ്. സ്ട്രക്ചർ ഓഫ് MHC Class I, MHC Class II ആൻഡ് MHC Class III molecules. ഫസ്റ്റ് വൺ, MHC ജീൻസ് ആൻഡ് ഫങ്ഷൻസ്. MHC ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ക്ലാസസിൽ ഉൾപ്പെട്ടിരിക്കുന്ന MHC മോളിക്യൂൾസിനെ കോഡ് ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകൾ കാണപ്പെടുന്ന DNA ഏത് ക്രോമോസോം നമ്പറിലായിരിക്കും? ക്രോമോസോം നമ്പർ 6-ലായിരിക്കും. ഇപ്പോൾ ക്രോമോസോം നമ്പർ 6-ൽ ഉള്ള ലോങ് സ്ട്രെച്ച് ഓഫ് DNAയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം ജീനുകൾ, ആ ജീനുകൾ കോഡ് ചെയ്യുന്നത് 3 തരത്തിലുള്ള MHC മോളിക്യൂൾസിനെയാണ്. ആ MHC മോളിക്യൂൾസാണ് ക്ലാസ് 1 MHC മോളിക്യൂൾസ്, ക്ലാസ് 2 MHC മോളിക്യൂൾസ്, ക്ലാസ് 3 MHC മോളിക്യൂൾസ്. It is a collection of genes within a long stretch of DNA on chromosome 6 which codes for 3 classes of molecules. First one, class 1 MHC genes. Second one, class 2 MHC genes. The last one, class 3 MHC genes. First one, class 1 MHC genes. Class 1 MHC genes encode glycoproteins expressed on the surface of nearly all nucleated cells. The major function of the class 1 gene product is presentation of peptide antigens to TC cells. ക്ലാസ് 1 MHC ജീൻസ് എൻകോഡ് ചെയ്യുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസിനെയാണ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് കാണപ്പെടുന്നത് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലുകളുടെയും സർഫസിലായിട്ടാണ്. ക്ലാസ് 1 MHC ജീൻ പ്രോഡക്റ്റിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് പെപ്റ്റൈഡ് ആൻറ്റിജൻസ് ടു TC സെൽസ്. TC സെൽസിലേക്ക് ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസ് 1 MHC ജീൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോഴെന്താണ് ക്ലാസ് 1 MHC ജീൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ക്ലാസ് 1 MHC ജീൻസാണ് ഗ്ലൈക്കോപ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസ് എക്സ്പ്രസ് ആവുന്നത് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലുകളുടെയും സർഫസിലായിട്ടായിരിക്കും. ഇവയുടെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് പെപ്റ്റൈഡ് ആൻറ്റിജൻ ടു TC സെൽസ്. സെക്കൻഡ് വൺ, ക്ലാസ് 2 MHC ജീൻസ്. ക്ലാസ് 2 MHC ജീൻസും എൻകോഡ് ചെയ്യുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസിനെ തന്നെയാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് APC ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ സർഫസിലാണ് ഈ ഗ്ലൈക്കോപ്രോട്ടീൻസ് എക്സ്പ്രസ് ആവുന്നത്. പ്രൊഫഷണലി ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, ബി സെൽസ്, തൈമിക് എപ്പിത്തീലിയൽ സെൽസ് ഇവയെല്ലാം ആൻറ്റിജൻ പ്രസൻറ്റേഷന് വേണ്ടിയുള്ളവയാണ്. Where they present processed antigenic peptides to TH cells. അതായത് ക്ലാസ് 2 MHC ജീൻസ് എൻകോഡ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻസ് എക്സ്പ്രസ് ആകുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിലാണ്. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡെൻഡ്രൈറ്റിക് സെൽസ്, ബി സെൽസ്, മാക്രോഫേജസ്, തൈമിക് എപ്പിത്തീലിയൽ സെൽസ്. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ MHC ക്ലാസ് 2 MHC ജീൻസിൻ്റെ പ്രോഡക്റ്റ് ആൻറ്റിജനിക് പെപ്റ്റൈഡ്സിനെ പ്രസൻറ്റ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു ടു TH സെൽസ്. ക്ലാസ് 2 MHC ജീൻസ് എൻകോഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ് എക്സ്പ്രസ് പ്രൈമർലി ഓൺ APCs where they present processed antigenic peptides to TH cells. അടുത്തത് ക്ലാസ് 3 MHC ജീൻസ്. ക്ലാസ് 3 MHC ജീൻസ് എൻകോഡ് ചെയ്യുന്നത് പലതരത്തിലുള്ള സെക്രീറ്റഡ് പ്രോട്ടീൻസിനെയാണ്. അവയ്ക്ക് ഇമ്മ്യൂൺ ഫങ്ഷനാണുള്ളത്. ഇൻഫ്ലമേഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കമ്പോണൻസും ഇത്തരത്തിലുള്ള സെക്രീറ്റഡ് പ്രോട്ടീൻസാണ്. അപ്പോൾ ക്ലാസ് 3 MHC ജീൻസ് എൻകോഡ് ചെയ്യുന്ന സെക്രീറ്റഡ് പ്രോട്ടീൻസാണ്
കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിലെ കമ്പോണൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TNF, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്. Class III MHC genes encode various secreted proteins that have immune functions, including components of the complement system and molecules involved in inflammation. Example, TNF, heat shock proteins. ഇനി നമുക്ക് ക്ലാസ് 1 MHC മോളിക്യൂളിനെയും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് നോക്കാം. MHC Class I. MHC Class I is found on all nucleated cells. MHC Class I mediates immune responses against endogenous antigens. These cells expressing MHC Class I are viral infected or tumor cells. MHC Class I മോളിക്യൂൾസ് കാണപ്പെടുന്നത് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിൻ്റെയും സർഫസിലായിട്ടാണ്. MHC Class I മോളിക്യൂൾസ് മീഡിയേറ്റ് ചെയ്യുന്നത് എൻഡോജീനിയസ് ആൻറ്റിജൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസാണ്. ഇത്തരത്തിലുള്ള MHC Class I മോളിക്യൂൾസിൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നത് വൈറൽ ഇൻഫെക്റ്റഡ് സെൽസിൻ്റെയും അല്ലെങ്കിൽ ട്യൂമർ സെൽസിൻ്റെയും പ്രസൻസിലാണ്. MHC Class I presents peptides that are 8 to 10 amino acids in size, which are recognized by the cytotoxic T cells. MHC Class I പ്രസൻറ്റ് ചെയ്യുന്നത് 8 മുതൽ 10 വരെ അമിനോ ആസിഡ് യൂണിറ്റുകൾ ചേർന്നിട്ടുള്ള ആ ഒരു സൈസിലുള്ള പെപ്റ്റൈഡ്സിനെയാണ്. ഇവയെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സൈറ്റോടോക്സിക് T സെൽസ് ആണ്. അപ്പോൾ MHC Class I പ്രസൻറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 മുതൽ 10 വരെ അമിനോ ആസിഡ് യൂണിറ്റുകൾ ചേർന്നുള്ളതാണ്. ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സൈറ്റോടോക്സിക് T സെൽസ് ആണ്. സ്ട്രക്ചർ ഓഫ് MHC Class I molecule. Alpha chain anchored in plasma membrane by its hydrophobic transmembrane segment and hydrophilic cytoplasmic tail. Alpha chain has 3 external domains: homology between A3 and B2 microglobulin and constant regions in immunoglobulins. Peptide binding cleft also present. അതായത് ആൽഫ ചെയിൻ ആങ്കർ ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിലാണ്. അതിനെ സഹായിക്കുന്നത് ഹൈഡ്രോഫോബിക് ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റും ഹൈഡ്രോഫിലിക് സൈറ്റോപ്ലാസ്മിക് ടെയിലുമാണ്. ആൽഫ ചെയിന് 3 എക്സ്റ്റേണൽ ഡൊമൈൻസ് ആണുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസിലെ കോൺസ്റ്റൻറ്റ് റീജിയൻസും ഗ്ലോബുലിൻസിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആൽഫ 3യും ബീറ്റ 2വും തമ്മിൽ ഹോമോളജി കാണപ്പെടുന്നു. കൂടാതെ തന്നെ ഒരു പെപ്റ്റൈഡ് ബൈൻഡിങ് ക്ലഫ്റ്റും MHC Class I മോളിക്യൂളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് MHC Class II മോളിക്യൂൾസ്. The MHC Class II molecules is found on antigen presenting cells, APCs. Class II MHC can bind to various peptides and presents these to CD4 plus T cells. MHC Class II mediates immune responses against exogenous antigens. അതായത് MHC Class II മോളിക്യൂൾസ് കാണപ്പെടുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിലാണ്. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബി സെൽസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന MHC Class II മോളിക്യൂൾസിൻ്റെ ഫങ്ഷൻ എന്താണ്? Bind to various peptides and presents these to CD4 plus T cells. CD4 plus T സെൽസിലേക്ക്
അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയസ് പെപ്റ്റൈഡ്സിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോളിക്യൂൾസ് ക്ലാസ് 2 MHC മോളിക്യൂൾസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലാസ് 2 MHC മോളിക്യൂൾസ് മീഡിയേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ് എഗനിസ്റ്റ് എക്സോജീനിയസ് ആൻറ്റിജൻസ്. എക്സോജീനിയസ് പുറമേ നിന്ന് വരുന്ന ആൻറ്റിജൻസ്, എക്സോജീനിയസ് ആയിട്ടുള്ള ആൻറ്റിജൻസിന് എതിരെയാണ് ക്ലാസ് 2 MHC മോളിക്യൂൾസ് ആക്ട് ചെയ്യുന്നത്. MHC class 2 will bind with amino acid residues that are 13 to 18 in size and will be recognized by T helper cells. These cells are phagocytic and can engulf an extracellular antigens. 13 മുതൽ 18 വരെയുള്ള അമിനോ ആസിഡ് യൂണിറ്റുകൾ ചേർന്ന അമിനോ ആസിഡ് റെസിഡ്യൂസുമായിട്ടാണ് ക്ലാസ് 2 MHC മോളിക്യൂൾസ് ബൈൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ MHC മോളിക്യൂൾസ് അമിനോ ആസിഡ് റെസിഡ്യൂസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടി ഹെൽപ്പർ സെൽസ് ഇത്തരത്തിലുള്ള MHC ക്ലാസ് 2 മോളിക്യൂൾസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ടി ഹെൽപ്പർ സെൽസ്. ദീസ് സെൽസ് ആർ ഫാഗോസൈറ്റിക്. അപ്പം ഇത്തരത്തിലുള്ള സെല്ലുകൾ ഫാഗോസൈറ്റിക് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ആൻറ്റിജനെ എൻഗൾഫ് ചെയ്യാനുള്ള കഴിവും ഇത്തരത്തിലുള്ള സെല്ലുകൾക്ക് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ക്ലാസ് 1 MHC മോളിക്യൂൾസിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ക്ലാസ് 1 MHC മോളിക്യൂൾ. Class 1 MHC gene encodes glycoprotein molecule which expressed on the surface of all nucleated cells and platelets. MHC 1 molecule contains a 45 kilodalton alpha chain associated non-covalently with 12 kilodalton beta 2 microglobulin molecule. ക്ലാസ് 1 MHC ജീൻ എൻകോഡ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂളാണ് MHC ക്ലാസ് 1 മോളിക്യൂൾ. ഇത് എക്സ്പ്രസ് ആവുന്നത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സർഫസിലും അതുപോലെ തന്നെ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിൻ്റെയും സർഫസിലായിട്ടാണ് കാണപ്പെടുന്നത്. MHC ക്ലാസ് 1 മോളിക്യൂളിൽ 45 കിലോ ഡാൾട്ടൺ ആൽഫ ചെയിന് അത് 12 കിലോ ഡാൾട്ടൺ ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ മോളിക്യൂളുമായിട്ട് നോൺ കോവാലൻ്റ്ലി അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ആൽഫ ചെയിനിൻ്റെയും ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ്റെയും അസോസിയേഷൻ എന്ന് പറയുന്നത് ക്ലാസ് 1 MHC മോളിക്യൂളിൻ്റെ എക്സ്പ്രഷന് ആവശ്യമാണ്. അത് കാണപ്പെടുന്ന എവിടെയാണ്? സെൽ മെംബ്രെയിനിലാണ്. ആൽഫ ചെയിൻ ഓഫ് MHC ക്ലാസ് 1 മോളിക്യൂൾ. The alpha chain is a transmembrane glycoprotein encoded by polymorphic gene within A, B and C region of human HLA complex. The alpha chain is anchored in the plasma membrane by its hydrophobic transmembrane segment and hydrophilic cytoplasmic tail. Alpha chain is made up of 3 domains: alpha 1, alpha 2, alpha 3. Alpha 1, alpha 2 and alpha 3. Each domain containing approximately 90 amino acids. A transmembrane domain of about 25 hydrophobic amino acids followed by short stretch of charged, that means hydrophilic amino acids of cytoplasmic tail. Alpha 1 and alpha 2 domains interact to form a deep groove on the top, which is a peptide binding cleft. It can bind antigen of 8 to 10 amino acid long. Alpha 3 and beta 2 are organized into beta pleated sheets, each formed by anti-parallel beta strand of amino acids. This structure is known as immunoglobulin fold. Because of this structure, alpha chain and beta 2 microglobulin are classified as member of immunoglobulin superfamily receptor.
ഹ്യൂമൻ HLA കോംപ്ലക്സിൽ കാണപ്പെടുന്ന റീജിയൻസാണ് ABC റീജിയൻസ്. അപ്പം ഇവിടെയുള്ള പോളിമോർഫിക് ജീൻസ്, ഈ പോളിമോർഫിക് ജീൻസ് എൻകോഡ് ചെയ്യപ്പെടുന്ന ട്രാൻസ്മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീനാണ് ആൽഫ ചെയിൻ എന്ന് പറയുന്നത്. ആൽഫ ചെയിൻ ആങ്കർ ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിലാണ്. അത് അതിൻ്റെ ഹൈഡ്രോഫോബിക് ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക് സൈറ്റോപ്ലാസ്മിക് ടെയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിനിൽ ആൽഫ ചെയിൻ ആങ്കേർഡ് ആയിട്ടിരിക്കുന്നത്. ആൽഫ ചെയിൻ ഫോം ചെയ്തിരിക്കുന്നത് 3 ഡൊമെയിൻസിനാലാണ്. ഒന്ന് ആൽഫ 1, 2 ആൽഫ 2, 3 ആൽഫ 3. ഓരോ ഡൊമെയിൻസിലും അപ്രോക്സിമേറ്റ്ലി 90 അമിനോ ആസിഡ്സ് കാണപ്പെടുന്നുണ്ട്. ട്രാൻസ്മെംബ്രെയിൻ ഡൊമെയിനിൽ ഏകദേശം 25 ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് ആണ് കാണപ്പെടുന്നത്. 25 ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് കൂടാതെ സൈറ്റോപ്ലാസ്മിക് ടെയിലിൽ ചാർജ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സും കാണപ്പെടുന്നുണ്ട്. ആൽഫ 1ഉം ആൽഫ 2 ഡൊമൈൻസും ഇൻട്രാക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് പോലെയുള്ള ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ അതിനെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബൈൻഡിങ് ക്ലഫ്റ്റ് എന്ന് പറയും. ആ ഗ്രൂവിൻ്റെ ടോപ്പ് റീജിയൻ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബൈൻഡിങ് ക്ലഫ്റ്റ്. It can bind antigen of 8 to 10 amino acid long. ആൽഫ 3യും ബീറ്റ 2 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ് ആയിട്ടാണ്. ഓരോന്നും ഫോം ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡ്സിൻ്റെ ബീറ്റ സ്ട്രാൻഡ് ആൻറ്റിപാരലി അറേഞ്ച് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഇമ്യൂണോഗ്ലോബുലിൻ ഫോൾഡ്. ഇതിന് കാരണം ആൽഫ ചെയിൻ്റെ സ്ട്രക്ചറും ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ്റെ സ്ട്രക്ചറും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇമ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി റിസപ്റ്ററിലെ ഒരു മെമ്പറായിട്ടാണ്. അടുത്തത് ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ ഓഫ് MHC Class I. ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ ഈസ് എ പ്രോട്ടീൻ എൻകോഡഡ് ബൈ എ ഹൈലി കൺസർവ്ഡ് ജീൻ ലൊക്കേറ്റഡ് ഓൺ ഡിഫറൻറ്റ് ക്രോമോസോം. Beta 2 microglobulin is similar in and organization to alpha 3 domain. Beta 2 microglobulin does not contain transmembrane region and is non-covalently linked with alpha chain. Beta 2 microglobulin എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഇതിനെ എൻകോഡ് ചെയ്തിരിക്കുന്നത് ഹൈലി കൺസർവ്ഡ് ആയിട്ടുള്ള ജീനാണ്. അത് കാണപ്പെടുന്നത് പലതരത്തിലുള്ള ക്രോമോസോമിലാണ്. ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലും ഓർഗനൈസേഷനിലും ആൽഫ 3 ഡൊമൈനുമായിട്ട് സിമിലർ ആയിരിക്കും. ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ ഒരിക്കലും അതിലൊരു ട്രാൻസ്മെംബ്രൻ റീജിയൻ കാണപ്പെടുന്നില്ല. Functions of MHC Class I. Major function of MHC Class I is to bind peptide antigens and present to CD8 plus T cells, that means T helper cells. CD8 T cells are specific for MHC1 antigen. MHC1 binds endogenous antigen and present to T helper cells. MHC1 molecules are found on surface of all nucleated cells. അടുത്തത് ക്ലാസ് 2 MHC molecules. Class 2 MHC is the glycoprotein molecule expressed primarily on antigen presenting cells such as macrophages, dendritic cells and B cells. MHC Class 2 molecules contains 2 different polypeptide chains, alpha chain and beta chain, which are associated by non-covalent interactions. MHC Class 2 മോളിക്യൂൾ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂളാണ്. ഇത് എക്സ്പ്രസ് ആവുന്നത് പ്രൈമർലി APC, അതായത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിലാണ്.
ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ഏതൊക്കെയാണ്? മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് ബി സെൽസ്. MHC മോളിക്യൂൾസിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്. ഒന്ന് ആൽഫ ചെയിൻ, രണ്ട് ബീറ്റ ചെയിൻ. ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻ ആണ്. അതുവഴി ഒരു അസോസിയേഷൻ ആണുള്ളത് ആൽഫ ചെയിനും ബീറ്റ ചെയിനും തമ്മിലുള്ളത്. ആൽഫ ചെയിൻ ആൻഡ് ബീറ്റ ചെയിൻ of MHC Class II. Alpha chain and beta chain of MHC Class II is a membrane-bound glycoprotein that contains external domains, a transmembrane segment and a cytoplasmic tail. Alpha chain and beta chain are made up of two domains, alpha 1 and alpha 2, and beta 1 and beta 2 respectively. The peptide binding cleft is a open-ended groove formed between alpha chain and beta chain at proximal end. The cleft can bind antigenic peptide of 13 to 18 amino acid long. ക്ലാസ് 2 MHC മോളിക്യൂളിൻ്റെ ആൽഫ ചെയിനും ബീറ്റ ചെയിനും എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് ഗ്ലൈക്കോപ്രോട്ടീനാണ്. ഇതിൽ എക്സ്റ്റേണൽ ഡൊമൈൻസും ഒരു ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റും സൈറ്റോപ്ലാസ്മിക് ടെയിലും ഉണ്ടായിരിക്കും. ആൽഫ ചെയിനും അതുപോലെ തന്നെ ബീറ്റ ചെയിനും ഉണ്ടായിരിക്കുന്നത് രണ്ട് ഡൊമൈൻസ് ചേർന്നതാണ്. ആൽഫ 1 ആൻഡ് ആൽഫ 2 ആൻഡ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 റെസ്പെക്റ്റീവ്ലി. പെപ്റ്റൈഡ് ബൈൻഡിംഗ് ക്ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻഡഡ് ഗ്രൂവ് ആണ്. അത് ഫോം ചെയ്തിരിക്കുന്നത് ആൽഫ ചെയിൻ്റെയും ബീറ്റ ചെയിൻ്റെയും പ്രോക്സിമൽ എൻഡിന് ഇടയിലായിട്ടാണ്. ഈ ക്ലെഫ്റ്റ് ആൻറ്റിജൻ പെപ്റ്റൈഡിനെ, അതായത് ഒരു 13 മുതൽ 18 അമിനോ ആസിഡ് ലോങ് ആയിട്ടുള്ള ഒരു ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്ലെഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ദ ക്ലെഫ്റ്റ് ക്യാൻ ബൈൻഡ് ആൻറ്റിജൻ പെപ്റ്റൈഡ് ഓഫ് 13 to 18 അമിനോ ആസിഡ് ലോങ്. Functions of MHC Class II. Major function of MHC Class II is to bind peptide antigen and present to CD4 T cells. MHC Class II are found on surface of antigen presenting cells, that is APCs. CD4 T cells are specific for MHC Class II. Activates B cells for antibody production. MHC Class II plays a significant role in graft versus host response and in mixed lymphocyte reaction because the immune response gene is identical to MHC Class II in human. MHC Class III. MHC Class III are diverse group of molecules that serves in wide variety of functions in immune system. MHC Class III are not a marker on cell surface. Functions of MHC Class III. It involved in complement activation. It involved in inflammation caused by cytokines, tumor necrosis factor, etc.